ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ഒരു സംതൃപ്തിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാർ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം തകർന്ന് നാമാവശേഷമായിരിക്കുന്നു എന്നൊക്കെ സതീശനും സംഘവും ജനങ്ങൾക്കിടയിൽ നമ്മൾ ആ നുണ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു നിലവിലെ സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു തോന്നൽ ജനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും നിയമസഭയിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ എന്ന് ഇവർ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിലൊരു വലിയ വെല്ലുവിളിയായിട്ടുള്ള കാര്യം. യാഥാർത്ഥ്യമാണ്. ചിലർ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരിക്കലും അവർ തയ്യാറാകത്തില്ല. എന്നിരുന്നാലും കേരളത്തിൻ്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് ചില മനുഷ്യരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആ പ്രതികരണം ചിലരെയെങ്കിലും ചിന്തിപ്പിക്കേണ്ടതാണ്. കാര്യം, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ സവർണ നേതാക്കന്മാർ മാത്രം ഭരിച്ചാൽ സംതൃപ്തി കിട്ടുന്ന ഒരു വലിയ വിഭാഗക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വിഭാഗക്കാരും സമൂഹത്തിൻ്റെ പൊതുബോധ നിർമ്മിതിക്കാരെയും അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത് ചില്ലറയല്ല. ജാതി പറഞ്ഞുള്ള അധിക്ഷേപങ്ങളെല്ലാം തുടരുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് ഫീൽഡിൽ സംഭവിച്ചതെന്ന് ചില മനുഷ്യർ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെക്കുറിച്ച് പറയാതെ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി, ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങൾ അത് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വസ്തുതകൾ മനസ്സിലാക്കുന്നവരുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ്. കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? കേരളം ഭരിക്കുന്ന സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം. കേരളത്തിൽ 3ാം ഭരണം ഉണ്ടാവുമോ? തുടർഭരണം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പം ഈ കണ്ടതൊന്നും അല്ല പ്രശ്നം. തുടർഭരണം എന്തായാലും ഉണ്ടാവും. ഈ തരംഗം മാറും. ഈ തരംഗം ഇനി തരംഗമല്ലല്ലോ, അല്ലേ? തരംഗപ്പല്ലേ? എവിടെ ആകെ 9 ലക്ഷം വോട്ടാണല്ലോ അധികം കിട്ടിയത്. വ്യത്യാസം അതിൽ 5.5 ലക്ഷം വോട്ട് മലപ്പുറം ജില്ലയിലും 1.5 ലക്ഷം, ഏകദേശം 7 ലക്ഷം വോട്ടാണ് കിട്ടിയത് ടോട്ടലി. 89ഉം 82ഉം. അതെ. അപ്പൊ ഈ 1.5 ലക്ഷം വോട്ട് പിന്നുള്ളത് എറണാകുളം ജില്ലയിലും ബാക്കി 12 ജില്ലയിലും LDF ഉണ്ടല്ലോ. അപ്പൊ തുടർച്ചയായിട്ട് സംസ്ഥാനത്തിന്റെ അകത്ത് 61 സീറ്റിൽ LDF നിലനിൽക്കല്ലേ? 10 സീറ്റും കൂടി പിടിച്ചാ പോരെ ഭരണം കിട്ടും.